ഹായ്, ഇന്ന് ഒരു ചേമ്പ് മോര് കൂട്ടാൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ചേമ്പിൻ്റെ കഷ്ണങ്ങളുടെ ഒരു അളവ് വരുന്നത്. ഇനി നമുക്ക് ഈ പാത്രം അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ്, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ അളവിൽ മുളക് പൊടിയും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ചേമ്പ് വെന്ത് വരുന്ന സമയം നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഇനി അരപ്പിന് ആവശ്യമായിട്ടുള്ളത് 1 മുറി തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ നമുക്കൊരു പേസ്റ്റ് ഫോമിൽ അരച്ചെടുക്കണം. കണ്ടോ, ഈ ഒരു പരുവത്തിനാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഈ സമയത്തിന് നമ്മുടെ ചേമ്പ് കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. കണ്ടോ, നമുക്ക് ഈസി ആയിട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്നൊരു പാകത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് ചേർക്കുമ്പോൾ തീരെ വെള്ളം വറ്റിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. എൻ്റെ ഇതിലിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ ഇനി വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. തേങ്ങ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കരുത്. ഒന്ന് വെന്ത് മുകളിലൊന്ന് പതഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ തേങ്ങ അരപ്പ് ചേർത്തു, ഇളക്കി. ഇനിതാ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് പാകം. ഇനി നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ തൈരാണ് ചേർക്കുന്നത്. അത് കട്ടയുടച്ച് നല്ലതുപോലെ അടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. തൈര് ആഡ് ചെയ്ത് കൊടുത്തു. തൈര് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും കറി തിളയ്ക്കാൻ പാടില്ല. തൈരൊന്ന് ചൂടായി വന്നാൽ മതി. ഇനി നമുക്ക് ഉപ്പിൻ്റെ പാകവും കൂടെ നോക്കിയിട്ട് കറി വാങ്ങി വെക്കാം. പാകമായിട്ടുണ്ട്, കറി വാങ്ങി വെക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂണ് ഉലുവയും ചേർത്ത് അത് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കിനും ഒരു 2-3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് അത് മൂത്ത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. മോര് കറിക്കൊരു നല്ല കളർ കിട്ടാനാണ് നമ്മളിപ്പോൾ ഇച്ചിരി മുളക് പൊടി ചേർക്കുന്നത്. ഇതായിപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചേമ്പ് മോര് മിശ്രിതത്തിലേക്ക് ഈ കടുക് താളിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറി റെഡിയായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മോര് കൂട്ടാനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.